സെൻട്രൽ ലണ്ടനിൽ കവന്റ് ഗാർഡൻ അരികിൽ നടന്ന കത്തിക്കുത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 4 പേരെ ട്രോമ സെന്ററിലേക്ക് മാറ്റി. ഇതുമായി ബന്ധപ്പെട്ട് 47-കാരിയായ ഒരു വനിതയെ ഇന്നലെയാണ് മെട്രോപൊളിറ്റൻ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്നലെ ഉച്ചതിരിഞ്ഞായിരുന്നു സംഭവമുണ്ടായത്. കുത്തേറ്റ 4 പുരുഷന്മാരും ഇപ്പോൾ ചികിത്സയിൽ തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് നടന്ന ഈ സംഭവം അറിഞ്ഞ് പോലീസും പാരാമെഡിക്സും എൽഡൽ സ്ട്രീറ്റിൽ എത്തിയിരുന്നു. സംഭവം നടന്ന സ്ഥലം ഇപ്പോൾ പോലീസ് വേലികെട്ടി സംരക്ഷിച്ചിരിക്കുകയാണ്. 34, 39, 42, 52 വയസ്സുള്ളവരാണ് കുത്തേറ്റവരെന്ന് സ്കോട്ട്ലാൻഡ് യാർഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംഭവ സ്ഥലത്തുനിന്ന് ഒരു കത്രിക കണ്ടെടുത്തിട്ടുണ്ട്. ആക്രമണത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന ആയുധം കൈവശം വച്ചതിനും ആക്രമണത്തിനുമാണ് 47-കാരിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കത്രിക ഉപയോഗിച്ചാണ് കുത്തിയത് എന്നാണ് റിപ്പോർട്ടുകളിൽ വ്യക്തമാകുന്നത്. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട സംഭവമാണെന്നാണ് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട 4 പേരിൽ 2 പേരെ ഇന്നലെ വൈകിട്ടോടെ തന്നെ വിട്ടയച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന മറ്റ് 2 പേരുടെ നില ഇപ്പോൾ അത്ര ഗുരുതരമല്ലെന്നും റിപ്പോർട്ടിലുണ്ട്. അവന്യൂ ക്യൂ പ്രദർശിപ്പിക്കുന്ന ഷാഫ്റ്റ്സ്ബറി തിയേറ്ററിന് പുറത്തു വച്ചാണ് ഇവർ ഈ പുരുഷന്മാരെയൊക്കെ ആക്രമിച്ചത്. 2 പേർക്ക് അവിടെ വെച്ചായിരുന്നു കത്രിക കൊണ്ട് മുതുകിന് കുത്തേറ്റത്. മറ്റ് 2 പേരെ എൻഡൽ സ്ട്രീറ്റിൽ വെച്ച് ആക്രമിക്കുകയായിരുന്നു. അതേസമയം സാധാരണയായി ഈ പ്രദേശത്ത് കാണാറുള്ള ആളാണ് അക്രമിയെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. മൂംഗോസ് ഹോംലെസ് ഹോസ്റ്റലിൽ നിന്നും ഉച്ചയ്ക്ക് 12 മണിയോടെ പുറത്തിറങ്ങിയതിനു ശേഷമായിരുന്നു ഇവർ ആക്രമണം നടത്തിയത്. പിന്നീട് ഇവരെ പിന്തുടർന്ന പോലീസ് ടീസർ ഉപയോഗിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു അറസ്റ്റ് ചെയ്തതെന്നും ദൃക്സാക്ഷികൾ പറയുന്നു. കത്രിക കൈമാറാൻ വിസമ്മതിച്ച അവരെ പോലീസ് നിലത്ത് കമഴ്ത്തിക്കിടത്തിയായിരുന്നു കത്രിക കൈക്കലാക്കിയത്. അതിനുശേഷം കൈവിലങ്ങ് അണിയിക്കുകയും ചെയ്തു. പുരുഷന്മാരെ തെരഞ്ഞുപിടിച്ചാണ് ഇവർ ആക്രമണം നടത്തിയത്. ഇവരുടെ മാനസിക നില തകരാറിലാണെന്നും പറയപ്പെടുന്നുണ്ട്. അതേസമയം ഇവർക്ക് പിന്നിൽ മറ്റാരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലും പോലീസ് ഇപ്പോൾ വ്യക്തമായ അന്വേഷണം നടത്തുകയാണ്. എന്തായാലും ആക്രമണത്തിന് ശേഷം നിമിഷങ്ങൾക്കകം തന്നെ ഇവരെ പോലീസ് പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേർക്ക് പരിക്ക് പറ്റിയിട്ടില്ല എന്നതും ആശ്വാസകരമായ വാർത്തയാണ്. ആദ്യം 2 പേരെയാണ് ഇവർ കത്രിക ഉപയോഗിച്ച് ആക്രമിച്ചത്. പിന്നാലെയാണ് റോഡിലൂടെ നടന്നു പോകുകയായിരുന്ന മറ്റു 3 പേർക്കും കുത്തേറ്റത്. എന്തായാലും ഗുരുതരാവസ്ഥ തരണം ചെയ്തു ഇവരെല്ലാം എന്നാണ് പറയപ്പെടുന്നത്. അതേസമയം ഈ യുവതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദവിവരങ്ങൾ അന്വേഷിക്കുകയാണെന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തു. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ ആക്രമണങ്ങൾ നടന്നത്. അതേസമയം ഈ ആക്രമണം നടന്ന സ്ഥലത്ത് ഇപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥരെത്തി പരിശോധിക്കുകയാണ്. അവിടെ വേലി കെട്ടി തിരിച്ചതായി പോലീസ് അറിയിക്കുകയും ചെയ്തു.